നമസ്കാരം. ഏവർക്കും ശുഭദിനം നേരുന്നു. മഹാമാരിയുടെ കരാളഹസ്തങ്ങൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഏവരും സുരക്ഷിതരാണെന്ന വിശ്വാസത്തോടെ നമുക്ക് തുടങ്ങാം. വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നിടത്തേക്ക് ഇരുട്ട് കയറി വരുന്നില്ല എന്ന് കേട്ടിട്ടില്ലേ? മനുഷ്യന്റെ മനസ്സിൽ പ്രകാശമുണ്ടെങ്കിൽ അവിടെയും ഇരുൾ പ്രവേശിക്കുന്നില്ല എന്ന് തീർച്ചയാണ്. വായനയിൽ നിന്നുള്ള അറിവാണ് മനസ്സിൽ പ്രകാശിച്ചു നിൽക്കുക. പുസ്തകങ്ങളെ ഗുരുവായും വഴികാട്ടിയായും നമ്മൾ സങ്കല്പിച്ചു പോരുന്നു. ഈ ഗുരുക്കന്മാർ നമുക്ക് തരുന്ന അറിവുകൾക്ക് അറ്റമില്ല. പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ അറിവുകൾ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുകയാണ് ചെയ്യുന്നത്. അറിവുകളും അനുഭവങ്ങളും നിറഞ്ഞ എത്രയെടുത്താലും തീരാത്ത പവിഴമണികളാണ് പുസ്തകങ്ങൾ നമുക്ക് നൽകുന്നത്. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകനേ ഞങ്ങൾക്കെപ്പോഴും. സർവേശ്വരന്റെ കൃപാകടാക്ഷങ്ങൾ ഏവരിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. വായനയെ ജനകീയമാക്കാനും പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കാനും ഓരോ മുക്കിലും മൂലയിലും സഞ്ചരിച്ച PN പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആഘോഷിക്കുന്നത് എന്ന് ഏവർക്കും അറിയാമല്ലോ. വായനാ ദിനവും വായനോ മാസവും ഒക്കെ നമ്മൾ ആചരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ആചരിക്കാൻ നാം തയ്യാറെടുക്കുമ്പോൾ, ഇങ്ങനെയുള്ള പരിപാടികൾ നടത്താൻ എന്നും മുതൽക്കൂട്ടായി നിൽക്കുന്ന നമ്മുടെ മാനേജ്മെന്റിന് അഭിനന്ദനങ്ങളും ഒപ്പം മനസ്സറിഞ്ഞ നന്ദിയും. ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും നമുക്കൊപ്പം പ്രവർത്തിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ, ചിലപ്പോൾ ശാസനകളും നൽകിപ്പോരുന്ന നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ സുരാജ് ബാബു സാറിനോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. മാത്രമല്ല, അധ്യാപക വിദ്യാർത്ഥികളോടൊപ്പം കൈകോർത്ത് എന്തിനും ഏതിനും ഒത്തുചേരുന്ന അധ്യാപകരും അനധ്യാപകരും നമുക്കുണ്ട്. ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും അനുവദിച്ച എല്ലാവരോടും സഹകരിച്ച എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. Let it read your heart out. മലയാളിയെ അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട ശ്രീ PN പണിക്കരെ കുറിച്ച് നമുക്കേവർക്കും അറിയാം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ആദ്യമായി ഈ പരിപാടിക്ക് സ്വാഗതം പറയാൻ കൃഷ്ണയെ ക്ഷണിക്കുന്നു. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികളിലുണ്ട് വായനയുടെ പ്രാധാന്യം. കണ്ണുകൾ ടെലിവിഷൻ സ്ക്രീനിലേക്കും വിരലുകൾ കീബോർഡിലേക്കും ചുരുക്കുന്ന പുതിയ തലമുറ. അവർക്കിടയിൽ വായനയെ ഇപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു മുതിർന്ന തലമുറ. ഇവർക്കിടയിൽ ഒരു പാലം പണിയുക എന്ന ദൗത്യമാണ് വായനാ ദിനങ്ങൾക്കുള്ളത്. ഓരോ വായനാ ദിനവും നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യം മാത്രം: വായനയെ മറക്കരുത്. കോവിഡ് എന്ന മഹാമാരി ഇന്ന് ലോകം മുഴുവൻ കീഴടക്കിയിരിക്കുന്ന ഈ വേളയിൽ വായനാ മാസം ആഘോഷിക്കാൻ വേദിക ക്ലബ് തീരുമാനിച്ചിരിക്കുന്നു. സാമൂഹ്യ മാധ്യമമായ വാട്സാപ്പ് വഴിയാണ് ആഘോഷവും മത്സരങ്ങളും എല്ലാം നടത്തുന്നത്. ലെറ്റ് ഇറ്റ് റീഡ് യുവർ ഹാർട്ട് ഔട്ട് എന്ന നാമധേയം ചെയ്തിരിക്കുന്ന ഈ വായനാ മാസാചരണത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുരാജ് ബാബു സാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. സാറിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആശംസയറിയിച്ച് നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്, നമ്മോടൊപ്പമുള്ളത് അനീഷ് സാറാണ്. അനീഷ് സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദിക ക്ലബിന്റെ ഈ പുതിയ സംരംഭത്തെക്കുറിച്ച് നിങ്ങളോട് വിശദമായി സംസാരിക്കാൻ എത്തുന്നത്
വേദിക ക്ലബിന്റെ സാരഥിയും ഇംഗ്ലീഷ് വിഭാഗം വിദ്യാർത്ഥിയുമായ ഗോപികയാണ്. ഗോപികയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി അറിയിക്കുന്നത് ഇംഗ്ലീഷ് വിഭാഗം വിദ്യാർത്ഥിയായ കാർത്തിക സുനിലാണ്. കാർത്തികയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടി വിജയകരമാക്കി തീർക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാഠപുസ്തകങ്ങൾ നാം വായിക്കാറുണ്ട്. കാരണം നാം അത് പഠിച്ചേ മതിയാകൂ. എന്നാൽ പാഠപുസ്തകങ്ങളിൽ നിന്നും ഒരുപാട് ദൂരെ നാം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. നിരന്തരമായ വായനയിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാനാകൂ. അതിന് കുട്ടിക്കാലം മുതലേ വായന ഒരു ശീലമാക്കുക തന്നെ വേണം. അടുത്തതായി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ്. ഉദ്ഘാടനം ചെയ്യാനും നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുവാനും ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീ സുരാജ് ബാബു സാറിനെ ക്ഷണിക്കുന്നു. My beloved students and dear teachers, I am extremely happy now. I see you all. We began our reading day on June 19 and it will end on July 18. Why do we read? We read just to acquire some new knowledge and collect some new information. We are not bothered about the other benefits of reading. We are not conscious of them. We give importance only to these two things: the acquisition of knowledge and the collection of new information. But I may say, this reading, good reading, has got some other benefits, very important benefits. We take physical exercises in order to strengthen our bodies. In the same way, we can use good reading as a very powerful exercise in order to strengthen our minds. We strengthen our physical bodies. In the same way, we have to strengthen our minds. You know, good reading improves our memory, stimulates our imagination, develops our intelligence, develops our critical and analytical skills. Even our emotional intelligence is developed by good reading. Good reading reduces stress and anxiety. This very good effect increases our lifespan. When we read good authors, good books, what happens? We gain certain new experiences. We get new ideas. We get some new opinions. All these things belong to great authors, authorities. And all these things can make our lives beautiful, can make us more empathetic. As already said, our emotional intelligence is developed. We can be provided with positive emotions by good reading.
These good authorities, these good authors have got the ability to develop positive things in our minds. We can derive some genuine pleasure from reading. Can we buy this genuine pleasure from markets by giving money? No, never. We can never buy this genuine pleasure by giving money. These good authors, these good books can effect certain desirable changes in our behavior. We will become human beings. You know, this is the ultimate aim of our education. At present, we don't read our nature, our prakriti, our parents and others. What's the result? We become unhappy. We are not happy at all. This is one of the main reasons we have to develop the habit of reading good books, good authors. At present, most of us do not have the habit of reading. The habit of reading has been on decline. I am extremely happy to say this. This is a very sad fact. We are forgotten our nature. When we read our nature, our prakriti, we understand many things. When we read the minds of our parents, we can understand many things. When we read others, we can understand many things. We don't do all these things. A very deplorable situation, my dear students and teachers. It's high time we change our behavior. We change our character. We have to cultivate the habit of reading good books. I am very sure reading good books will change our lives. Our lives will become beautiful. Why? These good books can give us pleasant experiences which we want, which we like. Now, I don't waste your precious time. I very happily inaugurate our lectito. Read your heart out. Thank you. യഥാർത്ഥമായ വായന എന്നും മനസ്സിൽ നിലനിൽക്കുന്നു. നിസ്സാരമായ വായന മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. പരിപാടിക്ക് ആശംസയർപ്പിച്ച് സംസാരിക്കുവാൻ അനീഷ് സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സുരാജ് ബാബു സാർ, അസാന്നിധ്യത്തിൽ നമ്മോടൊപ്പമുള്ള മാനേജ്മെൻറ്റ്, അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. വായനയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താനും ശക്തമാക്കാനും വേദിക ഒരുക്കുന്ന പരിപാടി ടെക്ടിറ്റോയുടെ ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങ്. തികച്ചും അവിചാരിതമായി കോവിഡ് കാലഘട്ടം നമ്മെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മൾ അതിനോടൊപ്പം മാറുന്നു. ആ മാറ്റത്തിന് കരുത്തേകാൻ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വായന. വായന എന്താണ്, എന്തിനാണ്, എങ്ങനെ വേണം എന്നത് ഇവിടെ ആവർത്തിക്കുന്നില്ല. എന്തൊക്കെ വായിക്കണം എന്ന സൂചന മാത്രം നൽകാൻ ആഗ്രഹിക്കുന്നു. വായന ലക്ഷ്യത്തോടെയുള്ളതായിരിക്കണം. പർപ്പസീവ്. ഒരു പത്രം വായിക്കുമ്പോഴും വാട്സാപ്പിൽ വായിക്കുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും ഇത് ആവശ്യമാണ്. കഥ, നോവൽ, യാത്രാവിവരണം, ഓർമ്മക്കുറിപ്പ് ഇവ വൈകാരികമായ അവസ്ഥ നമ്മൾ സൃഷ്ടിക്കുന്നു. ലെക്റ്റോ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ നാം അധ്യാപക സമൂഹമാണ്. വൈകാരികതയും ഒപ്പം വിചാരം അഥവാ ബുദ്ധിയുടെ ഉത്തേജനവും നമുക്ക് ആവശ്യമാണ്. അതിന് വായന പ്രയോജനപ്പെടുത്തണം. അത് അച്ചടി രൂപത്തിലോ ഇലക്ട്രോണിക് രൂപത്തിലോ ആവാം.
ഇഷ്ടമുള്ള ഭാഷയും തിരഞ്ഞെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം അവ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാകണം. ശാസ്ത്ര അധ്യാപിക ബന്ധപ്പെട്ട വിഷയം വായിക്കുകയും അതിൽ ആഴത്തുള്ള രചനകൾ വായിച്ച് അവയെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുകയും സാമൂഹിക കാഴ്ചപ്പാടിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അതുപോലെയാണ് ഓരോ വിഷയവും പഠിപ്പിക്കുന്ന അധ്യാപകർ ചെയ്യേണ്ടത്. ഉദാഹരണമായി, കോവിഡ് കാലത്ത് ആരോഗ്യശാസ്ത്ര പഠനം എങ്ങനെ സമൂഹത്തിൽ ആഴത്തിൽ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രയോജനപ്പെടുത്തണമെന്ന് നാം വായനയോടെ മനസ്സിലാക്കണം. ഇപ്പോൾ രൂക്ഷമായ സാമ്പത്തിക പ്രശ്നവും തൊഴിലില്ലായ്മയും ഓരോ കാര്യങ്ങളും നാം പരിഹരിക്കാൻ ശ്രമിക്കണം. അത് നമ്മുടെ ക്ലാസ്സിലൂടെ തന്നെ ആവണം സാധിക്കേണ്ടത്. ലെക്ടിറ്റോ അത്തരം ഒരു ശ്രമമാണ്. ഒന്നും ചെയ്യാതിരിക്കുന്ന നിഷ്ക്രിയ അവസ്ഥയെ മാറ്റി നല്ല മനസ്സുകളെ സൃഷ്ടിക്കാനുള്ള ശ്രമം. ശൂന്യമായ അവസ്ഥ എന്ന പ്രശ്നത്തിനൊരു പരിഹാരം, ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു പരിഹാരം. ഈ ശ്രമം അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഒപ്പം എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേരുന്നു. നന്ദി, നമസ്കാരം. വായനയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാം. ഈ വായനാ മാസത്തെക്കുറിച്ചും ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് ഗോപിക നിങ്ങളോട് സംസാരിക്കും. ഗോപികയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഗോപിക ഗോപാലകൃഷ്ണൻ. വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി വേദിക ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ലെക്ടിറ്റോ റീഡ് യുവർ ഹാർട്ട് ഔട്ട് എന്ന ഇവൻ്റ് നടത്തുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഈ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓരോ ആഴ്ചയിലും ഓരോ കോമ്പറ്റീഷൻസ് വീതം നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ 3 കോമ്പറ്റീഷൻസ് ഉണ്ടാകും. ഇവയെല്ലാം തന്നെ നിങ്ങളുടെ അറിവും സർഗാത്മകതയും അഭിനയ മികവും എല്ലാം പ്രകടിപ്പിക്കാനുള്ള ഇടങ്ങളാണ്. ഓരോ ആഴ്ചയിലും നടത്തുന്ന കോമ്പറ്റീഷൻസിനെ പറ്റി അതാത് ആഴ്ചകളുടെ തുടക്കത്തിൽ തന്നെ വാട്സപ്പിലൂടെ എല്ലാ വിവരങ്ങളും നിങ്ങളെ അറിയിക്കുന്നതാണ്. മാത്രമല്ല, എല്ലാ കോമ്പറ്റീഷൻസിലും നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി. മണവും സ്പർശവും അറിഞ്ഞുകൊണ്ടുള്ള പുസ്തക വായന അത് വേറെ തന്നെയാണ്. പുസ്തകങ്ങൾ ഹൃദയത്തോട് ചേർത്തു പിടിക്കാൻ ഏവർക്കും കഴിയട്ടെ. നന്ദി അർപ്പിച്ച് സംസാരിക്കുവാൻ കാർത്തികയെ ക്ഷണിക്കുന്നു. Honorable Principal Suraj Babu Sir, Mr. Chairman Arun Tommy, President of Vidka Club Mr. Ziad Ibrahim, eminent leaders of this club, teachers and my dear friends. I, on behalf of Vidka Club and its members, would like to extend a word of thanks to all of the speakers who shared their thoughts regarding the importance of this event. Let it out, read your heart out. I thank Krishna Padmakumar who did the welcome speech, and I thank Anish sir who gave the felicitation. I express my sincere gratitude towards our dear principal Suraj Babu sir who delivered the inaugural address. I thank all my dear teachers for your support and guidance, and I thank all my dear friends for your valuable cooperation, support and suggestions. Thank you. വായന മരിക്കുന്നു എന്ന് പലരും പറയുന്നു. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. വായനയുടെ രൂപവും രീതികളുമാണ് മാറിയിരിക്കുന്നത്. ഇൻ്റർനെറ്റും ഇമെയിലും ഉപയോഗിക്കുന്നവരാണ് പലരും. പുസ്തക വായന ആഴമുള്ളതാണെങ്കിൽ ഓൺലൈൻ വായന പരന്നതാണെന്ന് പറയാം. ഒരു വിരൽത്തുമ്പിലൊതുങ്ങുന്ന വായന തീർച്ചയായും കൗതുകമുള്ളതു തന്നെ. എങ്കിലും ഭാഷയുടെ നിലനിൽപ്പിനെപ്പറ്റി ചിന്തിക്കാൻ ഈ വായനാ ദിനം ഉപയോഗപ്പെടുത്താം.